എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു ജീവൻ കൂടി ദേശീയപാതയിൽ പൊലിഞ്ഞിരിക്കുകയാണ്. സംഭവം നടക്കുന്നത് ചങ്ങരയിലാണ്. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടി എറണാകുളം സൈഡിൽ നിന്ന് വരികയായിരുന്ന ഒരു ഇലക്ട്രിക് കാർ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ചിറങ്ങര എത്തുന്നതിന് മുൻപ് നമ്മുടെ മേൽപ്പാത തുടങ്ങിയാണ്, ഫ്ലൈ ഓവർ തുടങ്ങിയാണ്. ആ ഫ്ലൈ ഓവർ ചില സമയങ്ങളിൽ അടച്ചിടും, ചില സമയങ്ങളിൽ തുറന്നിടും. ആ സർവീസ് റോഡിലേക്ക് കടക്കുന്ന ഭാഗത്ത് ചില തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ രാത്രി സമയങ്ങളിൽ വലിയ ലോറികൾ ഈ ഫ്ലൈ ഓവറിൽ പാർക്ക് ചെയ്യാറുണ്ട്. ഈ ഇലക്ട്രിക് കാർ വരുന്ന സമയത്ത് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലായിട്ട് ഒരു ലോറി പാർക്ക് ചെയ്തിരുന്നു. ആ ലോറിയിൽ വന്ന് ഈ ഇലക്ട്രിക് കാർ ഇടിക്കുകയായിരുന്നു. ഇടിച്ചതിന് ശേഷം മറിഞ്ഞിട്ടുണ്ടെന്നാണ് അനുമാനിക്കുന്നത്. 2 പേരുണ്ടായിരുന്നു. മലപ്പുറം സ്വദേശിയായിട്ടുള്ള അതുൽ, പാലക്കാട് സ്വദേശിയായിട്ടുള്ള വിജീഷ്. 40 വയസ്സാണ് വിജീഷിൻ്റെ പ്രായം. ഇതിൽ വിജീഷ് മരിച്ചിരിക്കുന്ന വിവരമാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുലിനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപ്പോളോ ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് ICUയിലാണ്. ദേശീയ പാതക നിർമ്മാണ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വക പരിപാടികൾ, അതായത് നമുക്കറിയാം, നിങ്ങൾ വിദേശ രാജ്യങ്ങളിലോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നോക്കിക്കോ, ഒരു ദേശീയപാത നിർമ്മാണത്തിലിരിക്കുന്ന സമയത്ത് അതിൻ്റേതായിട്ടുള്ള നിയന്ത്രണങ്ങളുണ്ടാവും. ഇനി അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി അത് വാഹനങ്ങളൊക്കെ എപ്പോഴാണ് തുറന്നു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ മാർഗ്ഗനിർദ്ദേശങ്ങൾ അവിടെ സ്വീകരിക്കണം. ഇത്രയും സ്പീഡിൽ വരുന്ന വാഹനങ്ങൾ ഫ്ലൈ ഓവറിൽ കയറുമ്പോൾ അവിടെ ഒരു സൈഡിൽ ഈ ലോറികളൊക്കെ പാർക്ക് ചെയ്ത് കിടന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? ശരിക്കും പറഞ്ഞാൽ ലൈറ്റുകളില്ല, യാതൊരുവിധ മുന്നറിയിപ്പുകളും ഇല്ലാതെ ഇടയ്ക്ക് വാഹനങ്ങൾ കടത്തിവിടും, ഇടയ്ക്ക് വാഹനം കടത്തിവിടാതിരിക്കും. ആളുകൾക്ക് തന്നെ വലിയൊരു ആശങ്ക സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. നമ്മുടെ ട്രാമേ റോഡ് തുടങ്ങുന്ന ജംഗ്ഷനിലുള്ള പോലെ തന്നെ 4 വശത്ത് വാഹനം വരുമ്പോൾ ആളുകൾക്ക് തന്നെ ഒരു പരിപാടിയിൽ എങ്ങോട്ട് പറഞ്ഞോളൂ. ഇതേ ചിന്ത തന്നെയാണ് ഈ ചരങ്ങരം ഫ്ലൈ ഓവറിൻ്റെ അവിടെ വെച്ചിട്ടുള്ളത്. ഇതേപോലത്തെ സംഭവം തന്നെ കൊടകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഇതേ പരിപാടി തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ ഓരോ പരിപാടികൾ ചെയ്തു വെക്കുന്നു. അശാസ്ത്രീയമായ രീതിയിലുള്ള വാഹന പാർക്കിംഗ് ഇതൊക്കെ തുടരുന്നു. എന്ത് പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആളുകൾ മരണപ്പെടുന്നു. ഈ ദേശീയ പാതക നിർമ്മാണ കമ്മിറ്റിയുടെ ഇങ്ങനത്തെ പരിപാടികൾ കാരണം കൊണ്ട് ആളുകൾ മരിക്കുകയാണ്. എത്ര പേര് മരിച്ചിട്ടുണ്ട്? ഇപ്പോൾ നമ്മളൊരു ഫ്ലൈ ഓവറിലേക്ക് കയറുമ്പോൾ അത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ അവിടെ സ്വീകരിക്കേണ്ട നിർദ്ദേശങ്ങളില്ലേ, അവിടെ വെക്കേണ്ട സംഭവങ്ങളില്ലേ? ഒരു സംഭവങ്ങൾ, ഒരു സുരക്ഷാ മാർഗ്ഗങ്ങൾ, മാനദണ്ഡങ്ങൾ ഒരു സംഗതിയിലാണ് പരിപാടി. ഇപ്പോൾ പാലക്കാട് സ്വദേശി 40 വയസ്സുകാരനായിട്ടുള്ള വിജേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ മരിച്ചിരിക്കുന്നു. അപകടത്തിൽ ഇലക്ട്രിക് കാറായിരുന്നു. കാർ വന്ന് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടെ ഉണ്ടായിരുന്ന അതുലിനെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിരിക്കുകയാണ്.